തടാകത്തിന്റെ കരയിൽ നിറയെ മരങ്ങളുള്ള ഒരു കൊച്ചു വീട്. അവിടെ അമ്മയും അച്ഛനും അനിയനും പിന്നെ മിഥുനും. മനൂഭവനെന്ന് കരികൊണ്ടെഴുതി വെച്ചിട്ടുണ്ട്. മിഥുൻ ചുവരിൽ കോറിയിട്ടത് അവന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, അവന്റെ കുഞ്ഞു ലോകമാണ്. ആ ലോകത്തെ തനിച്ചാക്കി അവനെ പറഞ്ഞുവിട്ടിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു. പണിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെ എന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എന്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടേ പോരുന്നേ. അത്ര കൂലിപ്പണിക്കാരനായ അച്ഛൻ മനു ഇടയ്ക്ക് തളർന്നു പോകും, ആരോടും ഒന്നും പറയാൻ പോലുമാകാതെ. മകനെ നഷ്ടപ്പെട്ട ആ മനുഷ്യനെ വിടാതെ കൂട്ടുകാർ ചുറ്റുമുണ്ട്. കരയാൻ പോലും കഴിയാത്ത ഒരു കൊച്ചനുജനുണ്ട് മിഥുന്, സുജിൻ. അവനെല്ലാം ചേട്ടനായിരുന്നു. പട്ടാളക്കാരനാകാനായിരുന്നു ചേട്ടനിഷ്ടം. ചേട്ടൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പട്ടാളമാണത്, പിന്നെ ഫുട്ബോൾ കളി, പിന്നെ വോളിബോളും ഉണ്ട്. പ്രത്യേകിച്ച് ചേട്ടന് അത്രയൊക്കെ. പിന്നെ കുടുംബം നല്ല വൃത്തിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. ചെരുപ്പ് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അത് അവർ തട്ടിക്കളിച്ചപ്പോൾ അത് കാലിൽ നിന്ന് ഊരിപ്പോയതാ. അപ്പം ആ കൂട്ടുകാരൻ പറഞ്ഞ് എടുക്കണ്ടെന്ന്. അപ്പം അവൻ കേൾക്കാതെ പോയി എടുത്തേ. ആദ്യം ഒരുമിച്ച് ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ 7 വരെ ഉള്ളു. ആ 7 കഴിഞ്ഞോണ്ട് ചേട്ടനെ ഈ വർഷം തേവലക്കരയിലോട്ടാക്കിയതാ. അങ്ങനെ കാറും ഇത് പടങ്ങളൊക്കെ. അവന്റെ വീട്ടിൽ ഇനി ഒരാൾ കൂടിയുണ്ട്, സുജ. മക്കളെ പോറ്റി വളർത്താൻ കേട്ടുകേൾവി മാത്രമുള്ള നാട്ടിൽ വീട്ടുജോലി തേടിപ്പോയ ഒരമ്മ. എല്ലാവരെയും തനിച്ചാക്കി മിഥുൻ പോയെന്ന വിവരം ഏറ്റവും ഒടുവിൽ അറിയിച്ചത് നൊന്തു പ്രസവിച്ച ആ അമ്മയെയാണ്. തണുത്തുറഞ്ഞ പെട്ടിയിൽ അമ്മയെ കാത്തിരിപ്പാണ് ആ മകൻ. നാളെ 8:30-9 കൂടി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ഉദ്ദേശിക്കുന്ന ഇവിടെ നിന്ന് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കൊടുക്കും ഇവിടെ എത്താൻ. അപ്പോൾ 2 മണിക്കൂർ കൂടിയെങ്കിലും ഇവിടുത്തെ നമ്മൾ എത്തിയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ ബോഡി നമ്മൾ അവിടെ നിന്നെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വെക്കും. ഒരു 10 മണിക്കൂർ കൂടിയെങ്കിലും അവിടെ നിന്നെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയതിന് ശേഷം നമുക്ക് ഏകദേശം ഇവിടെ ഒരു 12 മണിക്കൂർ കൂടിയെങ്കിലും കുഞ്ഞിനെ ഇവിടെ എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 4 മണി എന്നുള്ളൊരു ടൈം വെക്കുന്നു. 4 എന്നുള്ളത് 5 മണിക്കുള്ളിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുവാൻ ആണിപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛന് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. 11 പോകുന്നത് ദാസോട്ട് പോയി ഓടി കണ്ട് ഒന്നും പറയാത്ത കണ്ടീഷനായിരുന്നു. അവിടെ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. 11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞില്ല. കറണ്ട് അടിച്ച് എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ വരുമ്പോഴേ അറിയുന്നു. അവനെ കണ്ടതുപോലും ഇല്ല. പള്ളിക്കൂടം അടവിനില്ല, അവിടെ ആയിരുന്നു. സ്കൂള് തുറന്നതിന് ശേഷം എന്നിട്ട് വന്നത്. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ അങ്ങോട്ട് വന്നിട്ടില്ല. എന്നാലും എന്നും വിളിച്ച് കാര്യങ്ങൾ പറയും. വന്നു. സങ്കടങ്ങളുടെ ആ തടാകക്കരയിൽ എല്ലാം അറിയുന്ന അച്ചമ്മ ഇടയ്ക്ക് വാവിട്ട് കരയും.
ഉള്ളതിലൊരു പങ്ക് കൊച്ചുമകനായി മാറ്റിവെക്കാറുണ്ട്. ഇനി മാറ്റിവെക്കാൻ ഈ കണ്ണീർ മാത്രമാണ് ബാക്കി. ഒരു കുഞ്ഞ് ഞാൻ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമില്ല വാങ്ങിച്ചു തരും. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നില്ലേ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ അതായിട്ട് പറഞ്ഞ മറ്റു സ്വഭാവങ്ങളൊന്നുമില്ല. അവിടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. പഠിക്കാനും ഒരുവിധം മിടുക്കനായിരുന്നു. അച്ഛന് കണ്ണിന് ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. പോയിട്ട് പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെന്ന് പറഞ്ഞാൽ പുറത്ത് പറയും ചില ഇതിലായിപ്പോയി ഇത്രയും വിഷമം വേണ്ട. ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ അവർ കളിക്കാനും ഈ വാങ്ങാതിരുന്നത് വരെ ഈ വടക്കേപ്പുറത്തും തെക്കേപ്പുറത്തും ഈ മൂന്നും എല്ലാം മാവേലിൽ നിന്ന് തന്നെ കയറി ഇറങ്ങും. അതെല്ലാം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളുമായിട്ട് ഭയങ്കര അച്ഛൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. എൻ്റെ അടുത്ത് അതുപോലെ ഞങ്ങൾ വന്ന സമയം തൊട്ട് നമുക്ക് സഹായമാണ്. ആ പിള്ളേർ നല്ല ചെറുക്കനെ മരുന്നൊക്കെ വാങ്ങിക്കാൻ നമ്മളെന്തോ പറഞ്ഞാൽ കേൾക്കും, അനുസരിക്കുന്ന ഒരു പയ്യനെ. ഞങ്ങൾ രണ്ടുമുള്ള മക്കളൊക്കെ അയച്ചെടുത്തൊക്കെയാണ്. അപ്പോൾ നമ്മളൊരാളിനെ ആശ്രയിക്കണ്ടായോ? അത് അവനെ വിളിച്ച ഉടനെ ഇങ്ങി വരും. തന്ത പറയും, അമ്മ വിളിക്കുന്നിട്ടാന്ന് പറയും. അന്നേരം ഇങ്ങി വരും. ഒരു ഭയങ്കര നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. നാട്ടുകാർക്കവൻ അത്രമേൽ പ്രിയപ്പെട്ടവനാണ്. ഇടയ്ക്ക് ശാസ്താംകോട്ട തടാകത്തിന്റെ കരയിൽ അവൻ കളിക്കാൻ വരും. തേവൽക്കര ബോയ്സ് സ്കൂളിലെ ഫുട്ബോൾ കളിക്കാരന്റെ ഹോം ഗ്രൗണ്ടാണ് അവിടം. ശനി ഞായറും ദിവസം അമാർക്കൊരു സന്തോഷം. തള്ള പോലും ഇല്ല, തള്ള എവിടെ ഇല്ല. അപ്പം ചിലപ്പം പണിക്ക് പോയി കാണും. ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവിടെ വരും. ഷായമ്മ ചൂണ്ടയിടാൻ വരുമെന്ന് ചോദിക്കും. ഞാൻ പറയടാ മോനെ പൊയ്ക്കോ, ഞാൻ പിന്നങ്ങ് വരാം. അല്ലെ സജുവിനെ വിളിക്കും, അല്ലെ ബാക്കിയുള്ള കൂട്ടുകാരെ എല്ലാം വിളിക്കും. ഉമ്മാർ വന്ന് ഇവിടെ കുളിക്കുകയും അമ്മരൊരു ആഘോഷമാണ്. ഉച്ച പിള്ളേർ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല, അത് വലിയൊരു ആഘോഷമാണ്. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് വന്നപ്പോഴും ഈ പിള്ളേരെല്ലാം കൂടെ ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയടാ മോനെ അങ്ങനെ കെട്ടിയിടല്ലേ, അഴിച്ചു വിടാം. പക്ഷേ പറയും ഷാജിയമ്മ ഇവിടെ കിടക്കട്ടെ, നമുക്ക് അതിനകത്ത് കയറി നിന്ന് കുളിക്കുകയോ എന്തെങ്കിലും ചെയ്യോ. അത് ഊണമുള്ള ഒരു നല്ല മോനായിരുന്നു ഇവൻ. വളരെ നീറ്റായിട്ട് പ്രായമുള്ളവർ നോക്കത്തില്ല. ഇപ്പോൾ ആരെ കണ്ടാലും ഷായമ്മ അല്ലെ ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ ഒരാളെ കണ്ടു, മാമ ഞാൻ പോവാ. ഇത് ഓണം തിരിച്ചു വരുമ്പോൾ ഇത് ഓണം വിളിക്കുന്ന ഒരു മോനായിരുന്നു അത്. അതിന് വലിയ നഷ്ടമായിപ്പോയി ഞങ്ങൾക്ക്. അല്ലാതെ ഞങ്ങളെക്കുറിച്ച് അവനെക്കുറിച്ച് ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. എൻ്റെ വീട് തൊട്ടായിലെത്താം. ഞാൻ ഒന്നും പിന്നെ ചോറ് വെച്ചില്ലെങ്കിൽ ചോദിക്കും ഷായമ്മ ചോറ് കൊണ്ടുപോട്ടെ, വീട്ടിൽ നിന്ന് ചോറ് അപ്പോൾ ഇല്ല ചോറ് വേണമെന്ന് ചോദിക്കും. അതുകൊണ്ടുള്ള ഒരു മോനായിരുന്നു. അല്ലെ കറി വേണോ ഷായമ്മ എന്ന് ചോദിക്കും. മിഥുൻ എല്ലാ പ്രായക്കാരുമായും സൗഹൃദമായിരുന്നു. ഇപ്പം 15, 20, 30 വയസ്സുള്ളവരുമായിട്ട് ആ മാമ എവിടെ പോകുന്നു, അതുകൊണ്ടുള്ള സൗഹൃദമുള്ള ഒരു പയ്യനായിരുന്നു. ഈ പരിസരത്ത് തന്നെ 10-15 പേരുണ്ട്. അവർ ഒറ്റയ്ക്ക് ഇവിടെ അവരെല്ലാവരും കൂടെ വരുന്നത് ഇവിടെ കുളിക്കാൻ. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് വരത്തില്ല. ഒറ്റയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീന്തൽ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കും. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു ജാഗ്രതയും കൂടി ഉണ്ടായിരുന്നല്ലേ, നിങ്ങളെ വലിയവരെയൊക്കെ വിളിച്ചു വേണം പോകാൻ എന്നൊക്കെ ഒരു പക്വതയും ഉണ്ടായിരുന്നു. വിളിക്കും. സജു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന് അച്ഛാ നമുക്ക് വിളിക്കാൻ പോകണമെന്ന് പറയും. പക്ഷേ അവനില്ലെങ്കിൽ ബാക്കി ഇവർ കൂട്ടുകാരും മാത്രമായിട്ടാണ് വരുന്നത്, അല്ല ഒറ്റയ്ക്ക് വരത്തില്ല. ദുരിതങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കൂടാരമാണ് മിഥുന്റെ വീട്. ഏതോ കാലത്ത് കുമ്മായം തേച്ച മുഖം, പിന്നിൽ ചെങ്കല്ലിന്റെ പരുപരിപ്പ്.
വീടിനകത്തിരുന്നാൽ ആകാശം കാണാം. മേഘം പൊട്ടിപ്പെയ്യുന്ന മഴ ഒന്നൊഴിയാതെ വീടിനുള്ളിൽ തളം വെട്ടും. എത്രയെങ്കിലും തവണ മിഥുനും അവന്റെ അനിയനും പുസ്തകങ്ങൾ നനയാതിരിക്കാൻ ഉറക്കമെഴുന്നേറ്റ് കാത്തിരുന്നിട്ടുണ്ടാകും. ഇതുവരെ തിരിഞ്ഞു നോക്കാത്തവർ ഇന്ന് ആ മുറ്റത്ത് തടിച്ചുകൂടുകയാണ്. കുറ്റബോധത്തിന്റെ ആൾക്കൂട്ടം. കളിചിരികളുടെ കുസൃതികളുടെ തേവലക്കര ബോയ്സ് സ്കൂൾ ഇന്ന് മരണവീടാണ്. അവിടെയും ആളുകൾ വരുന്നുണ്ട്. സിസ്റ്റം ഷോക്കടിപ്പിച്ചു കൊന്നത് സ്കൂളിലെ മിടുക്കനെയാണ്. NCCയിലും ഫുട്ബോൾ ടീമിലും പഠനത്തിലുമൊക്കെ കേമനായ മിഥുൻ ഇനിയില്ലെന്നറിയുമ്പോൾ മുന്നിൽ ശൂന്യതയാണ്. ഈ വർഷം 8ാം ക്ലാസ്സിൽ വന്ന് അഡ്മിഷൻ എടുത്ത കുട്ടിയായിരുന്നു. അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ മുന്നോട്ട് വരുമായിരുന്നു. എന്ത് പ്രവർത്തനം ക്ലാസ്സിൽ പറഞ്ഞാലും ഞാൻ ചെയ്യാൻ ടീച്ചറെ എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു കുട്ടിയായിരുന്നു. സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ള വീട്ടിൽ നിന്നാണ് കുട്ടി വരുന്നത്. അന്ന് ഞാൻ അവൻ്റെ അമ്മ വിദേശത്താണെന്നും ആ കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇതുപോലെ ജോലിക്ക് പോയിട്ടുണ്ടെന്നും സാമ്പത്തിക അവസ്ഥ, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നമുക്ക് അറിയാമായിരുന്നു. അങ്ങനെ മിടുക്കനാണ്, എല്ലാത്തിലും ആക്റ്റീവാണ് കുട്ടി. ഇപ്പം ഈ വീട് മോശമായതുകൊണ്ട് അവർ അപ്പുറത്തൊരു വീട്ടിൽ എല്ലാവരോടും താമസിക്കുന്നത്. അച്ഛമ്മയാണ് നോക്കുന്നത് എല്ലാ കാര്യത്തിലും. ആ ചേച്ചി ആക്റ്റീവാണ് കുഞ്ഞിൻ്റെ എല്ലാ കാര്യത്തിലും. എന്ത് സ്പോർട്സ് ഉണ്ടായാലും എല്ലാവരും ചെന്ന് തരും. ഇവിടെയാണ്, ഇത് ഗ്രൗണ്ടാണ്, ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും അതിലൊക്കെ ഫസ്റ്റാണ്. എല്ലാത്തിലും ആക്റ്റീവ്, എപ്പോഴും അടങ്ങിയിരിക്കത്തില്ല. എന്തെങ്കിലും കളി ഇങ്ങനെ തട്ടിക്കളിച്ചേ നടക്കൂ. മോശം മന്ത്രി ഇന്നലെ അങ്ങനെ സംസാരിച്ച് തന്നെ മോശം. നാട് മുഴുവൻ മിഥുനെന്ന കുഞ്ഞിനെ ഓർത്തു നെടുവീർപ്പെട്ടപ്പോൾ ജില്ലയിലെ വനിതാ മന്ത്രി എവിടെയായിരുന്നു? ഒരമ്മയുടെ വേദന അറിയുന്ന മന്ത്രി ജെ ചിഞ്ചുറാണി ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ പഴി പറഞ്ഞു. അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. അവനും ഒരമ്മയുണ്ട്. മകന്റെ മരണവാർത്തയറിഞ്ഞ് ചങ്കുപൊട്ടി ഏതോ നാട്ടിലുള്ള അമ്മ. സ്വന്തം ജില്ലയിൽ ഇങ്ങനെ സംഭവം നടന്നതിനെ അവർ ലഘൂകരിച്ചു. കുട്ടിയുടെ തെറ്റാണെന്ന് പറഞ്ഞു. ഒരു നിഷ്കളങ്കനായ കുട്ടി കൊല്ലപ്പെട്ടിട്ട് മനുഷ്യത്വമുള്ളവർക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല. വിനോവിശ്വത്തിനോട് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മാതൃകയായി ചിഞ്ചുറാണിയെ ക്യാബിനറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഇന്ന് തന്നെ അദ്ദേഹം കത്ത് കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പറഞ്ഞുപോയ പാപത്തിന്റെ ഭാരം കഴുകിക്കളയാനാകണം ഇന്നവന്റെ വീട്ടിലേക്ക് എത്തിയത്. എല്ലാത്തിനും പാസ്സായി. അതിനെല്ലാം മുട്ടായി വാങ്ങിച്ച് വെള്ളം കുടിച്ച് കൊടുക്കാൻ പൈസ കൊടുത്ത് പന്ത് കളിക്കാൻ പാസ്സായ എന്റെ മോനെ എങ്ങാണ്ട് ദൂരെ കണ്ട് പന്ത് കളിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അതിന് പോയാന്നോ? എന്റെ മോനെ അതിന് പോയാന്നോ? എനിക്ക് അതുപോലെ ഒരു മോനെ ഒക്കത്തില്ല. എന്റെ മോന്റെ പ്രതീക്ഷ അതിൽ നിന്നെയായിരുന്നേ. എന്റെ മോൻ 10ാം ക്ലാസ് പഠിച്ചതൊക്കെ പഠിപ്പിക്കാൻ നിവർത്തിയില്ലാതെ എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച ഒരു നിലയെത്തിക്കാന്ന് വിചാരിച്ചേ. ഞാൻ ആ ഇതിന്റെ കുടുംബത്തിനോട് ഇപ്പൊ സഹകരിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. എന്തൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? KCBയുടെ വീഴ്ച എന്താണ്, സ്കൂളിന്റെ വീഴ്ച എന്താണ്, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.
ഇതിൻ്റെ കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. ഈ അപകടത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞൊരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അതെ ശരിയാണ്. അങ്ങനെ പറയരുതാണ്. ഇതുവരെ കണ്ടില്ലെന്ന് നടിച്ച മരണക്കെണി ഇന്നെല്ലാവരും കാണുന്നുണ്ട്. മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, അങ്ങനെ പലരും കണ്ട് ബോധ്യപ്പെടാൻ എത്തുന്നു. ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്താലും മിഥുന്റെ മരണത്തിലെ ഉത്തരവാദിത്തം കൈയൊഴിയാനാകില്ല സിസ്റ്റത്തിന്. ഞങ്ങളുടെ പരിശോധനയിൽ ഇപ്പോഴും മനസ്സിലാവുന്നത് ഈ പറയുന്ന ഒരു ഷെഡ് നമ്മുടെ വൈദ്യുത ലൈനിന്റെ വളരെ അടുത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വീഴ്ചയായിട്ട് തന്നെ കാണുകയാണ്. അതൊരു വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയാണ് ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്. അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചതിന് ആർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൂടെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഷെഡ് പണിയണമെങ്കിൽ ആ വൈദ്യുതി ലൈനിന്റെ അടിയിൽ നിന്ന് മാത്രമേ പണിയാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും അതൊരു വൈദ്യുതി ഓഫ് ചെയ്യാതെ നമുക്ക് പണിയാൻ സാധിക്കില്ല. അങ്ങനെ KSBയുടെ ഭാഗത്തുനിന്ന് ആ തുടക്കം മുതലൊരു വീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടെ പരിശോധിക്കാം നമുക്ക്. അങ്ങനെ വീഴ്ച KSB അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊരു ഷെഡ് ഇവിടെ പണിതിരിക്കുന്നത് ഒക്കെ നമുക്ക് പരിശോധിക്കാമല്ലോ. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സാധാരണ പ്രധാന അധ്യാപികയ്ക്ക് പ്രധാനപ്പെട്ടൊരു ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒപ്പം തന്നെ ഡിസിപ്ലിനറി ഡ്യൂട്ടിയിലുള്ള എല്ലാ ദിവസവും ഡിസിപ്ലിനറി ഡ്യൂട്ടിയുള്ള അധ്യാപകരും ഉണ്ടാകും. അവർക്കൊക്കെ ഈ കുട്ടികളെ നോക്കാനുള്ളൊരു ബാധ്യത ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും അതടക്കമുള്ള ഗൈഡ് ലൈൻസ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുണ്ട്. പക്ഷെ അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് താഴെ തലത്തിൽ എത്തുമ്പോൾ അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട്, സ്കൂൾ PTA കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്, HM ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള തലത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കമ്മീഷൻ തലത്തിൽ എന്തായിരിക്കും നമ്മളൊരു കാര്യം, മരിച്ച കുഞ്ഞിന്റെ കുടുംബത്തിന് നമുക്കൊന്നും അവന്റെ ജീവൻ കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? തീർച്ചയായും ഇത് വളരെ ഗൗരവത്തിലുള്ള തുടർ പരിശോധനകൾ എല്ലാ തലത്തിലും ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാർ തീരുമാനങ്ങൾ വരട്ടെ. അതോടൊപ്പം ചില കാര്യങ്ങൾ ഇപ്പോഴും പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട്. അതിന് പുറമെ ഇവിടെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ സംബന്ധിച്ചും ഇനി എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്നുള്ളത് സംബന്ധിച്ചും കമ്മീഷൻ റെക്കമെൻഡേഷൻ സമർപ്പിക്കുമ്പോൾ അതിനകത്തുള്ള നിർദ്ദേശങ്ങളിൽ വെക്കും. ആശ്വാസവാക്കുകളൊന്നും മിഥുനു പകരമാകില്ല. വീഴ്ച ആരുടേതാണെന്നാണ് പുതിയ തർക്ക വിഷയം. പ്രധാന അധ്യാപികയ്ക്കെതിരെയുള്ള നടപടിയിൽ എല്ലാം അവസാനിക്കുമോ? ഈ HM-മാർക്കും പ്രിൻസിപ്പൽമാർക്കും സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും എന്ത് ജോലിയാണ്? അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്. ഇപ്രാവശ്യവും ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുകളിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി സർക്കുലർ അയച്ചിട്ടും അതിനോട് ഒരു പ്രതികരണമില്ലാത്ത നിലപാടെടുക്കുന്ന അധ്യാപകരും പ്രഥമാധ്യാപകരും പ്രിൻസിപ്പാൾമാരുണ്ടെങ്കിൽ അത് നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അതിന് യോജിച്ച കാര്യമല്ല. കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് യോജിച്ച കാര്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ, ഇടപെടാതിരുന്ന ജനപ്രതിനിധികൾ, ആര് സംരക്ഷിക്കപ്പെടും, ആര് ക്രൂശിക്കപ്പെടും? ഇത് ഗുരുതരമായ വീഴ്ചകളുണ്ട്. കാരണം ഇതിനു മുൻപും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇതൊരു ആദ്യത്തെ സംഭവമല്ല. സ്കൂളുകളിൽ സുരക്ഷ ഓഡിറ്റ് വേണം. അതുണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അതിന്റെ മീതെ കൂടി പോകുമായിരുന്നു. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ട്. ആ വീഴ്ച ഇനി ഉണ്ടാകാതിരിക്കാനുള്ള, ഇനി ഒരു കുഞ്ഞിന് ഇത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. എന്നിട്ട് ഇവര് മാറി മാറി എന്ന് പരിഹസിക്കുകയാണ്. ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മോളിൽ കയറിയ കുട്ടിയാണ് ഇപ്പോൾ കുറ്റവാളി. ഇത് വലിയ കഷ്ടമാണ്. ഈ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഈ മന്ത്രിമാരെ ഒന്ന് നിയന്ത്രിക്കണം. അവരുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കണം. മനുഷ്യനെ പ്രയാസപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ അവരെ അനുവദിക്കരുത്. നാടിന്റെ രോഷം അണപൊട്ടിയൊഴുകുകയാണ്.
അനാസ്ഥയ്ക്ക് ബലി നൽകേണ്ടി വന്ന വീഴ്ചയിൽ പ്രതിഷേധാഗ്നി. വിടുതാരെ